ലാസ്റ്റ് വീക്ക് പാർട്ട് 1 എന്ന നിലയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത ഫസ്റ്റ് സെക്ടർ റെയർ എർത്ത് മിനറൽസ് ആയിരുന്നു. അതിൽ GMDC എന്ന സ്റ്റോക്കിനെയും നാൽക്കോ എന്ന സ്റ്റോക്കിനെയും ഞാൻ റെക്കമെൻഡ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോസിലേക്ക് ഞാൻ സെലക്ട് ചെയ്ത രണ്ടാമത്തെ സെക്ടറാണ്. ഞാനൊരു പെയ്ഡ് മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൽ ജോയിൻ ചെയ്ത് സഹകരിക്കുക. സ്വിംഗ് ബേസ്ഡ് റെക്കമെൻഡേഷൻസാണ് പൊതുവേ പറയൽ. ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ മാത്രം പറയും. ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോൻ്റെ ഇടയിലുള്ള ജോയിൻ ബട്ടണിൽ പോയിട്ട് എമറാൾഡ് മെമ്പർഷിപ്പ് എടുക്കുക. ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞിരുന്നു വരാൻ പോകുന്ന എമർജിങ് സെക്ടേഴ്സ്, അതായത് 2030 വരാൻ പോകുന്ന എമർജിങ് സെക്ടേഴ്സ്, അത് ഇപ്പോഴേ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. സോ അങ്ങനത്തെ ഓരോ സെക്ടേഴ്സും അതിൽ നിന്ന് ഒരു സ്റ്റോക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. ലാസ്റ്റ് വീക്ക് പാർട്ട് 1 എന്ന നിലയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത ഫസ്റ്റ് സെക്ടർ റെയർ എർത്ത് മിനറൽസ് ആയിരുന്നു. അതിൽ GMDC എന്ന സ്റ്റോക്കിനെയും നാൽക്കോ എന്ന സ്റ്റോക്കിനെയും ഞാൻ റെക്കമെൻഡ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോസിലേക്ക് ഞാൻ സെലക്ട് ചെയ്ത രണ്ടാമത്തെ സെക്ടർ ഡാറ്റ സെൻറ്റർ സെക്ടറാണ്. സോ ഡാറ്റ സെൻറ്റർ സ്റ്റോക്ക് അല്ലെങ്കിൽ ഡാറ്റ സെൻറ്റർ സെക്ടർ, ഈ സെക്ടർ എന്താണെന്ന് ആൾക്കാർ പറയലുണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഡാറ്റ സെൻറ്റർ സ്റ്റോക്ക് പറ്റി പറയുന്നത്. ഒട്ടുമിക്ക വലിയ വലിയ കമ്പനീസിനും ഐ ടി കമ്പനിക്കും അവരുടെ അടുത്തിൽ ഒരുപാട് ഡാറ്റാസും അവരെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അത് സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫിസിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഡാറ്റ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ സെൻറ്റേഴ്സിൽ ഹൗസ് സെർവേഴ്സ്, സ്റ്റോറേജ് സിസ്റ്റംസ്, നെറ്റ്വർക്കിംഗ് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ IT ഓപ്പറേഷൻസിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവിധ എസെൻഷ്യൽ കോമ്പോണൻസും കൂടെ പ്രൊവൈഡ് ചെയ്യും ഈ ഡാറ്റ സെൻറ്റേഴ്സിലൂടെ. ചുരുക്കി പറഞ്ഞാൽ വലിയ വലിയ കമ്പനീസിൻ്റെ ഡിജിറ്റൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും കൊടുക്കുന്ന ഫിസിക്കൽ ഫെസിലിറ്റീസിനാണ് ഡാറ്റ സെൻറ്റർ സ്റ്റോക്സ് എന്ന് പറയുന്നത്, ഡാറ്റ സെൻറ്റേഴ്സ് പറയുന്നത്. ഈ ഡാറ്റ സെൻറ്റേഴ്സിൽ ഉള്ള കമ്പനീസിന് വളരെ വളരെ സാധ്യതകളുണ്ട്. സോ ഇപ്പോഴേ ചെറിയ തോതിൽ നല്ല ഫ്യൂച്ചറുള്ള ഫണ്ടമെൻറ്റ്സ് ഉള്ള നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ചെറിയ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2030 ആകുമ്പോഴേക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഡാറ്റ സെൻറ്ററിൻ്റെ മറ്റ് സർവീസസ് പറയുകയാണെങ്കിൽ ലൊക്കേഷനാണ് ഒന്ന്. അതായത് കമ്പനീൻ്റെ കയ്യിലുള്ള ഡാറ്റ സെൻറ്റേഴ്സിൽ ഒരു ചെറിയ ഇടം വേറെ കമ്പനിക്ക് കൊടുക്കുക, റെൻ്റൽ ബേസിൽ കൊടുക്കുക. വേറെ നമ്മുടെ അടുത്തുള്ള ഡാറ്റ സെൻറ്റേഴ്സ് ഏരിയയിൽ ഏക്കോസ് ഓഫ് ലാൻഡ്സിൽ ആണ് വേണ്ടി, ചിലർക്ക് ബിൽഡിങ്സിലും പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഡാറ്റ സെൻറ്റേഴ്സിൽ വേറെ കമ്പനിക്ക് ഡാറ്റ സെൻറ്റർ ഫെസിലിറ്റി വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് റെൻ്റൽ ചെയ്ത് കൊടുക്കുന്നതാണ് ലൊക്കേഷൻ പറയുക. രണ്ടാമത് ക്ലൗഡ് സർവീസസ് ആണ്. മൂന്നാമത് മാനേജ്ഡ് സർവീസസ് ആണ്. അതായത് വേറെ കമ്പനിക്ക് ഓൾറെഡി ഡാറ്റ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസും കൊടുക്കാം. അത് ചില കമ്പനി ചെയ്യുന്നുണ്ട്, ചില കമ്പനീസ് അവർ തന്നെ ഡാറ്റ സെൻറ്റേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഫേമസ് ആയത് ആംബർ എൻ്റർപ്രൈസസ് ഉണ്ട്, നെറ്റ്വർക്ക് ടെക്നോളജീസ് ഉണ്ട്, ടെക്നോ ഇലക്ട്രിക്കൽസ് ഉണ്ട്. ഇതിൽ ഞാൻ ബെറ്റ് ചെയ്യുന്ന കമ്പനി ആനന്ദ് രാജ് ലിമിറ്റഡ് ആണ്. ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ മാതിരി ഞാൻ GMDC സെലക്ട് ചെയ്യാൻ കാരണം ഒരു സെക്ടറിൽ ഭാവി ഉണ്ടെന്ന് കാണുമ്പം ഇപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ചും ചെയ്തിട്ട് അതിലേക്ക് എൻ്റർ ചെയ്ത കമ്പനീസിനെ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. IOCൻ്റെ കേസിൽ 2026 ആകുമ്പോഴേക്ക് അവർ പാനിപ്പട്ട് റിഫൈനറീസിൽ ഗ്രീൻ ഹൈഡ്രജൻ്റെ പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവരെല്ലാ ഫെസിലിറ്റിയും കഴിഞ്ഞു. മറ്റവരൊക്കെ ഈ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനീസ് ബാക്ക് ടു ബാക്ക് വന്നേക്കാം, ചിലപ്പോൾ ഇതിന് വലിയ വലിയ കമ്പനീസ് വന്നേക്കാം. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷനിൽ ഓൾറെഡി അതിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയ കമ്പനീസ് തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ലാസ്റ്റ് ടൈം ഞാൻ GMDC പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ആനന്ദ് രാജ് ലിമിറ്റഡും. ആനന്ദ് രാജ് ലിമിറ്റഡ് എന്ന കമ്പനി ആക്ച്വലി ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 3 സ്റ്റേറ്റിൽ, അതായത് ഹരിയാന, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, ഈ 3 സ്ഥലങ്ങളിലും കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് ആനന്ദ് രാജ് ലിമിറ്റഡ്. സോ ആ ബിസിനസ്സിനും അവർക്ക് ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ട്. അത് നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്ന കമ്പനിയാണ് ഓൾറെഡി ആനന്ദ് രാജ് ലിമിറ്റഡ് എന്ന കമ്പനി. അതൊരു ഹൈലൈറ്റഡ് പോയിൻറ്റ്സ് ആണ്.
ആനന്ദ്രാജ് ഇൻഡസ്ട്രീസ് 1969 ഡാറ്റാ സെൻറ്റർ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസിലേക്ക് വന്നത്. ആനന്ദ്രാജ് ക്ലൗഡ് എന്ന ആനന്ദ്രാജിൻ്റെ സബ്സിഡറി കമ്പനിയായ ആനന്ദ്രാജ് ക്ലൗഡിലൂടെയാണ് ഒരു ഡാറ്റാ സെൻറ്റർ ബിസിനസ് മാനേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ 3 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളത്. ഈ കൊല്ലം അവർ ഒരു 3 മെഗാവാട്ടും കൂടെ അവർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞത്. സോ എല്ലാം നോക്കുകയാണെങ്കിൽ ആനന്ദ്രാജ് ഇൻഡസ്ട്രീസ് വളരെ വളരെ അട്രാക്റ്റീവ് റേറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇന്ത്യ മൊത്തമുള്ള ഗ്ലോബൽ ഡാറ്റേൻ്റെ 20% ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡാറ്റാ സെൻറ്ററിൻ്റെ കേസിൽ വെറും 3% മാത്രമേ ഉള്ളൂ ഡാറ്റ ഇന്ത്യ ഇൻവോൾവ് ആയിട്ടുള്ളൂ. സോ ഒരു ഗ്രേറ്റ് സ്കോപ്പ് മുന്നിലേക്ക് കിടക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേക സെക്ടറിന് മേലെ. അനലിസ്റ്റിൻ്റെ അഭിപ്രായ പ്രകാരം 2000 മെഗാവാട്ട് 2026 ആകുമ്പോഴേക്ക് കപ്പാസിറ്റി ജനറേറ്റ് ചെയ്യാൻ മൊത്തം ഇന്ത്യയിൽ 2000 മെഗാവാട്ട് കപ്പാസിറ്റി വേണ്ടി വരുന്ന പറയുന്നത് 50,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഫീൽഡിലേക്ക് വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു 5G, AI, ബിറ്റ് കോയിൻസ് എല്ലാം വരണമെങ്കിലും ഡാറ്റാ സെൻറ്റേഴ്സിന് ഉള്ള സ്കോപ്പ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പെർട്ടിക്കുലർ കമ്പനിയിൽ ബുള്ളിഷ് ആവാനുള്ള മെയിൻ കാരണം ഫസ്റ്റ് റീസൺ അവരെ ലോവർ കാപ്പക്സ് പെർ മെഗാവാട്ട് വളരെ കുറവാണ്. കാരണം ഈ കമ്പനിക്ക് ഓൾറെഡി ഒരുപാട് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്, ലാൻഡ് ഓണർഷിപ്പ്. അതുപോലെ തന്നെ നിലവിൽ ഇതിനുള്ള എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറും കൂടെ ഉള്ള കമ്പനിയാണ്. ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ഓവർ കാപ്പക്സ് വളരെ മറ്റേ കമ്പനി കമ്പയർ ചെയ്യുമ്പോൾ കാപ്പക്സ് വളരെ കുറവായിരിക്കും. പിന്നെ അതിന് പുറമെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ പെർട്ടിക്കുലർ കമ്പനിയാണ് ഈ ഡാറ്റാ സെൻറ്ററിലേക്കുള്ള ഫസ്റ്റ് ചുവട് വെച്ച കമ്പനി, ഏർലി മൂവർ ടു ദിസ് ഡാറ്റാ സെൻറ്റർ സ്റ്റോക്ക്. സോ അങ്ങനത്തെ സ്റ്റോക്ക് മേലെ ഒരു കണ്ടുവെക്കാം. പിന്നെ നമ്മൾ സാധാരണ വാല്യുവേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, സാധാരണ പി റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിലും ആനന്ദ്രാജ് ഇൻഡസ്ട്രീസ് നല്ലൊരു ഫണ്ടമെൻ്റലി വെരി ഗുഡ് സ്റ്റോക്കാണ്. ഈ ഒരു സെക്ടറിൽ അതിനോട് ഡയറക്റ്റ് ഇൻവോൾവ് ആവാത്ത ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ കിർലോസ്കർ ഓയിൽ എൻജിൻസ്, സ്റ്റെർലൈറ്റ് ടെക്നോളജി, ബ്ലാക്ക് ബോക്സ്, ഇതൊക്കെ ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ് ആയ കമ്പനിയാണ്. ഞാൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയി ഈ കമ്പനി മേലാണ് പറ്റിയേക്കുന്നത് ആനന്ദ്രാജ് ഇൻഡസ്ട്രീസ്. സോ പ്രസൻറ്റ് പ്രൈസ് 589.35 ആണ്. നമുക്കൊരു 700 ഒക്കെ ടാർഗറ്റ് വെച്ചിട്ട് വാങ്ങാവുന്ന സ്റ്റോക്കാണ് ആനന്ദ്രാജ്. അതിന് കാരണം അതിൻ്റെ ഇയർ ഹൈ 947, ഇയർ ലോ 366 ആണ്. ഇപ്പോൾ ഇയർ ലോ ഹൈയിൽ നിന്നും ഏകദേശം ഒരു 30-40% ലോയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. EPS 12.5 ഉണ്ട്, 62% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ബുക്ക് വാല്യൂ 121 ആണ്, ഫേസ് വാല്യൂ 2 ആണ്. പി റേഷ്യോ 47.53 ആണ്. സോ ഇൻഡസ്ട്രിയൽ പിയേക്കാളും താഴെയാണ് ആനന്ദ്രാജിൻ്റെ PE കിടക്കുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.11, അതായത് ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. മാർച്ചിലേക്ക് നല്ല റിസൾട്ടാണ് കൊടുത്തത്. 118 കോടി റിസൾട്ടാണ് മാർച്ച് കൊടുത്തത്. കഴിഞ്ഞ മാർച്ചിൽ വെറും 87 കോടി ലാഭ സ്ഥലത്താണ് ഇക്കൊല്ലം 118 കോടി ലാഭം കാണിച്ച മാർച്ചിൽ. ക്വാർട്ടർ ടു ക്വാർട്ടർ ഡിസംബർ നോക്കുകയാണെങ്കിൽ 150 കോടിയേ ലാഭം ഉണ്ടായിട്ടുള്ളൂ. സോ അത് നോക്കുകയാണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ ആണെങ്കിലും 10% പ്രസിഷൻ ഉണ്ട്. ഇയർ ഓൺ ഇയർ ബേസിൽ ഏകദേശം 20-30% പ്രസിഷൻ ഉണ്ട്. പിന്നെ വളരെ ചെറിയൊരു ഷെയർ ക്യാപിറ്റൽ കമ്പനിയാണ്, 68 crores ഷെയർ ക്യാപിറ്റലുള്ളൂ. സോ മൂവ്മെൻറ്റ് വന്ന് നന്നായി കയറിപ്പോവും. സോ ഇൻ ബിറ്റ്വീൻ ചിലപ്പം ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 550-540 ലെവലിലേക്ക് വന്നേക്കാം. പക്ഷേ ലോങ് ടേമിലേക്ക് ഇപ്പോഴേ വാങ്ങാൻ തുടങ്ങാം. താഴോട്ട് വന്നാൽ കുറച്ചും കൂടി വാങ്ങി വെക്കാം. 4,093 കോടി റിസർവ് ഉള്ള കമ്പനിയാണ്. പിന്നെ ഷെയർ ഹോൾഡേഴ്സിനും പ്രൊമോട്ടേഴ്സ് 60% സ്റ്റേക്ക് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ കമ്പനി മേലെ വിശ്വാസം വളരെ കൂടുതലാണ്. FIS 10.6ഉം DIS 6.22 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക് റീസെൻ്റ്ലി ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 13.57 16.07 കൂട്ടിയിട്ടുണ്ട്. സോ അത് ഈ കമ്പനീൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ വരുമ്പോഴേക്കും പബ്ലിക്കിനടുത്ത് നിന്നൊക്കെ സ്റ്റോക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കേസിൽ പബ്ലിക് സ്റ്റോക്ക് വെച്ച് കൂടുതലാണ്. ഈ ജൂൺ ക്വാർട്ടർ അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേസമയം FISഉം DISഉം കുറച്ച് സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നെക്സ്റ്റ് ക്വാർട്ടറിൽ കൂട്ടാൻ സാധ്യതയുണ്ട്. പ്രൊമോട്ടേഴ്സ് നല്ല രീതിയിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഈ സെക്ടറിൽ നമുക്ക് വെക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റോക്കാണ് ആനന്ദ് രാജ് ലിമിറ്റഡ് എന്ന കമ്പനി. പ്രസൻറ്റ് പ്രൈസ് 589, ഒരു 700 ഷോർട്ട് ടേം ടാർഗറ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്കാണ് ആനന്ദ് രാജ് ലിമിറ്റഡ്. സോ മൈ സെക്കൻഡ് സെക്ടർ അത് ഡാറ്റ സെൻറ്റർ സെക്ടറാണ്. സ്റ്റോക്ക് ആനന്ദ് രാജ് ലിമിറ്റഡ്. ഓക്കെ. സോ ആസ് യൂഷ്വൽ ഞാനൊരു CBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. സോ സ്വന്തം പഠിച്ച് മനസ്സിലാക്കുക ഈ കമ്പനിയെ പറ്റിയിട്ട്, എന്നിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയ ഏതെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോസ് മാക്സിമം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.